കേസിൻ്റെ ലോകത്തേക്ക് സ്വാഗതം. കഥ കേൾക്കണ്ട. കഥയുടെ പേര് നേരത്തെ അറിഞ്ഞാൽ. ഞാൻ ഒന്ന് നടക്കാനിറങ്ങിയതാണ്. വഴിയിൽ വെച്ച് ഗോപിയെ കണ്ടു. പിന്നെ രണ്ടുപേരും ഒപ്പമായി നടത്തം. ഗോപി പറഞ്ഞു, കഴിഞ്ഞ മാസം നമ്മൾ ഒരു എൻഗേജ്മെൻറ്റിന് പോയിരുന്നില്ലേ, രഘുവിൻ്റെ മോളുടെ. ആ കല്യാണം നടക്കില്ല. രഘു ഞങ്ങളോടൊപ്പം ജോലി ചെയ്തിരുന്നതാണ്. രഘുവിൻ്റെ മോൾ ആതിര ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അടുത്തയാഴ്ച കല്യാണം നടക്കാനിരുന്നതാണ്. പയ്യൻ ഒരു റിസർച്ച് സെൻ്ററിൽ സയൻറ്റിസ്റ്റ് ആണ്. ആ കല്യാണമാണ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ഗോപി പറഞ്ഞു, ആതിര ബാംഗ്ലൂരിലാണല്ലോ ജോലി ചെയ്യുന്നത്. പയ്യനും അവിടെ തന്നെയാണല്ലോ. പയ്യൻ ദിവസവും വൈകിട്ട് ആതിരയ്ക്ക് ഫോൺ ചെയ്യും. ഒരു സയൻസ് പ്രോബ്ലം അയച്ചു കൊടുക്കും. ആതിര അത് സോൾവ് ചെയ്ത് അടുത്ത ദിവസം അയച്ചു കൊടുക്കണം. ആതിരയ്ക്ക് അത് സോൾവ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. അടുത്ത ദിവസം പയ്യൻ തന്നെ സോൾവ് ചെയ്ത് ഉത്തരം അയച്ചു കൊടുക്കും. എന്നിട്ടത് പഠിക്കാൻ പറയും. ഇത് ദിവസവും ആവർത്തിച്ചു. ആതിര വീട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞു. ആതിരയുടെ അച്ഛൻ അടുത്ത ദിവസം ബാംഗ്ലൂരിലെത്തി. അവർ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു. സൈക്കോളജിസ്റ്റ് പറഞ്ഞു, ഇത് ഒരുതരം മാനസിക വൈകല്യമാണ്. വിവാഹം വേണ്ടെന്ന് വെക്കുന്നതാണ് ഉചിതം. അങ്ങനെ ആ കല്യാണം മുടങ്ങി.